പ്രിയമുള്ളവരെ, നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 2025 ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറങ്ങിയ ഒരു മലയാള നോവലാണ് പാന്തൻ, മാത്യൂസ് ജോർജ്. അദ്ദേഹത്തിന്റെ പ്രഥമ നോവലാണിത്. തികച്ചും മനോഹരമായ ഒരു നോവൽ. വയനാടിന്റെ ഭൂമികയിൽ രചിക്കപ്പെട്ട ഒരു നോവൽ. വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഒട്ടനവധി നോവലുകൾ ഉണ്ടായിട്ടുണ്ട്, കഥകൾ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെ ഒരുപക്ഷെ വയനാടൻ മക്കളുടെ, ആദിവാസികളുടെ, കർഷകരുടെ വേദനകളെ പകർത്തുന്ന, അല്ലെങ്കിൽ പ്രകൃതിയുടെ വേദനകളെയും ആകുലതകളെയും പകർത്തുന്ന നോവലുകളാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഒരു മഹാത്ഭുതം പോലെ ഈ നോവലിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ വായന അവകാശപ്പെടാൻ സാധിക്കുന്ന നോവലാണിത്. തീർച്ചയായിട്ടും മാത്യൂസ് ജോർജ് അദ്ദേഹത്തിന്റെ പ്രഥമ നോവൽ എഴുതിയത് വളരെ ശക്തമായ ദീർഘകാലത്തെ ഗവേഷണത്തിന് ശേഷമാണെന്ന് ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത്ര കണ്ട് വയനാടിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ ഭൂമികയെ മാത്രമല്ല, ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയെ, സാംസ്കാരിക ഭൂമികയെ, മതങ്ങളെ, കായിക മേഖലയെ, അങ്ങനെ പ്രകൃതിയെ, അങ്ങനെ എല്ലാ ഭാഗങ്ങളെയും തൊട്ട് തലോടിക്കൊണ്ടാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും മികച്ച വായന അർഹിക്കുന്ന നോവലാണ് മാത്യൂസ് ജോർജിന്റെ പാന്തൻ. ഈ പുസ്തകത്തിന്റെ പിൻകുറിപ്പിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഷീല ടോമി പറയുന്നത് പോലെ, ജീവിതം എന്ന മഹാത്ഭുതത്തിലെ സംഭവബഹുലമായ ഒരു അധ്യായം എന്ന് പറയാവുന്ന ആഖ്യാനമാണ് പാന്തൻ. യുഗപുരുഷൻ എന്ന് പറയാവുന്ന ഔസേപ്പിന്റെ സഞ്ചാരപഥങ്ങളിലൂടെ, അനുഭവ ലോകങ്ങളിലൂടെ ജീവിതം പറയുന്ന നോവൽ മികച്ച വായനാ അനുഭവം തന്നെയാണ്. ഇത് ഔസേപ്പിന്റെ കഥയാണ്. ഔസേപ്പ് എന്ന ഒരു മഹാപുരുഷന്റെ കഥ. ഇങ്ങനൊരു വ്യക്തി വയനാടിന്റെ ഭൂമികയിൽ ജീവിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ വയനാട് ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവായിരുന്നു, അല്ലെങ്കിൽ നേതാവാണ് ഔസേപ്പ്. അങ്ങനെ വയനാട് ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവിനെ സങ്കല്പിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നോവലിലേക്ക് പകർത്തി എഴുതാൻ വളരെ മനോഹരമായി മാത്യൂസ് ജോർജിന് സാധിക്കുന്നുണ്ട്. കാരണം അന്നത്തെ വയനാടൻ ഭൂമിക ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വേദന അനുഭവിച്ച ഒരു പ്രദേശമായിരിക്കാം. ആദിവാസികളുടെ പ്രശ്നങ്ങൾ, അവരനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ, ഇവിടേക്ക് കുടിയേറിയ കർഷകരുടെ പ്രശ്നങ്ങൾ, ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകൾ, അവരുടെ അനുഭവിച്ച രോഗങ്ങൾ, ആകുലതകൾ, ഭൂമി അവർക്ക് നൽകിയ വേദനകൾ, അതൊക്കെ നീക്കം ചെയ്യാൻ, തരണം ചെയ്യാൻ അവർക്ക് ഒരു നേതാവിനെ ആവശ്യമായിരുന്നു. ആ ഒരു നേതാവ് ഒരുപക്ഷെ വയനാടിനെ കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അത്തരത്തിൽ ഒരു നേതാവിനെ ആണ് ഔസേപ്പ് എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെ മാത്യൂസ് ജോർജ് നമുക്ക് സംഭാവന നൽകിയിരിക്കുന്നത്. മരണാസനായിരിക്കുന്ന ഔസേപ്പിന്റെ ഓർമ്മകളിൽ നിന്നാണ് നോവൽ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് നിന്ന് അദ്ദേഹത്തിന്റെ പിറകിലൊക്കെ ചിന്തിച്ചു പോകുന്നു. ഔസേപ്പിന്റെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും വളരെ മനോഹരമായി വരച്ചു തീർക്കുന്നതിലൂടെ വയനാടിന് കാർഷിക മേഖലയുടെ കർഷകരുടെ വേദനകളെ, രാഷ്ട്രീയ സങ്കല്പങ്ങളെ ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവരാൻ മാത്യൂസ് ജോർജിന് സാധിക്കുന്നുണ്ട്. ഈ നോവലിന്റെ ആരംഭം ഇങ്ങനെയാണ്. ക്വിറ്റ് ഇന്ത്യ. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, 1942 ആഗസ്റ്റ് 9 ഇന്ത്യ വിടുക. 2010 ആഗസ്റ്റ് 9 ഔസേപ്പ് തന്റെ ശരീരത്തോട് പറഞ്ഞു, മരണമേ എന്നെ വിട്ടുപോവുക. ശരീരം വിവിധ മൂലകങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയെങ്കിൽ ആത്മാവ് എങ്ങനെ പരുവപ്പെട്ടു. അയാൾ ചിന്താധീനനായി. അയാളുടെ ചിന്ത, അതാണ് ഈ നോവൽ. ഈ നോവലിനെ മുന്നോട്ട് നയിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെ അദ്ദേഹത്തിന്റെ ബാല്യത്തിൽ മുതലേ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന്റെ വേഷം കെട്ടിയിരുന്നു എന്ന് നമുക്ക് പറയാനാവും. സ്വന്തം കൂടെയുള്ള താഴ്ന്ന ജാതിക്കാരായ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഔസേപ്പ്, അത് കാരണം സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഔസേപ്പ്, പിന്നീട് അങ്ങനത്തെ ഔസേപ്പ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മഹാപുരുഷൻ എന്ന് നമുക്ക് പറയാം. ജീവിത അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അദ്ദേഹം കർഷകരെ സംഘടിപ്പിക്കുന്നു, കാർഷിക മേഖലയെ ഉയർത്താൻ ശ്രമിക്കുന്നു, സാമൂഹികവും രാഷ്ട്രീയവും മതപരമായ കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നു. അങ്ങനെ എല്ലാത്തിനെയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു എഴുത്ത് മാത്യൂസ് ജോർജിന് ഈ പുസ്തകത്തിലൂടെ സാധിക്കുന്നുണ്ട്. കേരളത്തിന്റെ, ഇന്ത്യയുടെ, ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ മേഖലയെ, സാംസ്കാരിക മേഖലയെ, മതങ്ങളെ, സ്പോർട്സിനെ വരെ
ഈ നോവലിൽ അദ്ദേഹം ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ഒരു ചങ്ങലയിൽ ചേർത്ത് കെട്ടിക്കൊണ്ട് വളരെ മികച്ച ഒരു നോവൽ ഭൂമിക അദ്ദേഹം ഈ നോവലിൽ തീർക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ നോവലിന്റെ ഏറ്റവും സവിശേഷമായ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ നോവൽ യൗസേപ്പ് എന്ന മഹാപുരുഷന്റെ നോവൽ മാത്രമല്ല, കേരളത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, മത ചിന്തകളുടെ ഒരു വെളിവാക്കൽ കൂടിയാണ് ഈ നോവൽ. ഒട്ടനവധി സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ ഈ നോവലിലൂടെ കടന്നു പോകുന്നുണ്ട്. മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും ഒക്കെ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ അവരെയൊക്കെ രേഖപ്പെടുത്താൻ ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ വളരെ വിശാലമായ ഒരു ക്യാൻവാസിൽ വരേണ്ടിയിരുന്ന ഈ പുസ്തകത്തെ വളരെ മനോഹരമായ ഈ ഒരു നോവലിൽ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നത്. വളരെ ലളിതമായി വായിച്ചു പോകാവുന്ന നോവലാണിത്. ഇതിലെ ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാലഘട്ടത്തിലെ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആചാരങ്ങൾ, അതിൻ്റെ അവതരണ ശൈലി, അതൊക്കെ വളരെ മനോഹരമായ ആലോചനയിലൂടെ, ഗവേഷണത്തിലൂടെ മാത്യൂസ് ജോർജ് കണ്ടെത്തിയതാണെന്ന് തന്നെ പറയാനാവും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ഈ പുസ്തകത്തെ മികച്ചതും മനോഹരവുമാക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിൽ കേന്ദ്ര കഥാപാത്രമായ യൗസേപ്പ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണെന്ന് പറയാനാവും. ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ ജീവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ചരിത്രം രേഖപ്പെടുത്തുമായിരുന്നു ഈ മനുഷ്യന്റെ പേര്. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നത് ഒരുപക്ഷെ രേഖപ്പെടുത്താതെ പോയതുമാവാം. അങ്ങനെ കേരളം ആഗ്രഹിക്കുന്ന, ലോകം ആഗ്രഹിക്കുന്ന, അടിച്ചമർത്തപ്പെടുന്ന ഓരോ വിഭാഗങ്ങളും ആഗ്രഹിക്കുന്ന ഒരു നേതാവാണ് യൗസേപ്പ്. യൗസേപ്പിന്റെ ചിന്തകൾ എപ്പോഴും അനുകൂലമായ ഒരു കാര്യമാണെന്ന് പറയാനാവില്ല. പലപ്പോഴും പ്രതികൂലമായി പ്രതികരിക്കാൻ യൗസേപ്പിന് സാധിച്ചിരുന്നു. രാഷ്ട്രീയ ചിന്തകൾക്കെതിരെ, മതങ്ങൾക്കെതിരെ, പള്ളിക്കെതിരെ ഒക്കെ അദ്ദേഹം എതിർത്തിരുന്നു. എന്ന് പറഞ്ഞാൽ അയാൾ ഈശ്വരവിശ്വാസി അല്ല എന്നല്ല. എല്ലാത്തിലെയും പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിക്കാനും ധൈര്യപൂർവ്വം ഇടപെടാനും യൗസേപ്പിന് സാധിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ സവിശേഷമായ ഒരു ഘടകമാണ്. ഒരുപക്ഷെ വായനക്കാരനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഘടകവും അത് തന്നെയാണ്. കാരണം വായനക്കാരനും വേണ്ടത് അത്തരത്തിലുള്ള ഒരു നേതാവിനെയാണ്. ഒരു എഴുത്ത് വളരെ മനോഹരമായി ഇത്തരത്തിൽ സംഭാവന ചെയ്യാൻ മാത്യൂസ് ജോർജിന് സാധിച്ചത്, അതും അദ്ദേഹത്തിന്റെ പ്രഥമ നോവലിലൂടെ സാധിച്ചത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ചരിത്രം രേഖപ്പെടുത്താതെ പോയ ഒട്ടനവധി സംഭവങ്ങൾ ഈ പുസ്തകത്തിലുണ്ടെന്ന് പറയാം. അതൊരു പക്ഷേ എഴുത്തുകാരന്റെ ഭാവനയാകാം. എന്നിരുന്നാലും ഓരോ ക്രമത്തെയും കാലത്തെയും അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിലെ സമയബന്ധിതമായി കാലങ്ങളെ, ദേശങ്ങളെ, വ്യക്തികളെ, അനുഭവങ്ങളെ, പ്രസ്ഥാനങ്ങളെ ഒക്കെ ഇദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അവസാനം, യൗസേപ്പിന്റെ അവസാനം എന്ന് പറയുന്നത് അദ്ദേഹം ആലോചിക്കുന്നത് 2010 അദ്ദേഹം മരിക്കുന്നത്. 2010 ലോകകപ്പ് നടക്കുമ്പോൾ ലോകത്തിന്റെ ഇഷ്ടപ്പെട്ട രാജ്യങ്ങളായ അർജന്റീനയും ബ്രസീലും പരാജയപ്പെടുന്നതോർത്ത് വ്യസനപ്പെടുന്ന യൗസേപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു കാലഘട്ടം 80-ലധികം വർഷങ്ങൾ വളരെ മനോഹരമായി പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എഴുത്തുകാരന്റെ അനുഭവങ്ങളുടെ അതിശക്തമായ ഒരു ഒഴുക്ക് കൊണ്ട് തന്നെയാണ്. അദ്ദേഹം ഓർമ്മകൾ കൊണ്ട് ഈ പുസ്തകത്തെ മനോഹരമാക്കിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തന്നെ ആയിരിക്കുമല്ലോ ഈ പുസ്തകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകൾ തന്നെ ആയിരിക്കുമല്ലോ ഈ പുസ്തകം എന്ന് പറയുന്നത്. മനോഹരമായ ചിന്തകൾ വളരെ കാലക്രമത്തിനനുസരിച്ച് ക്രമാനുഗതമായി അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. പ്രശസ്ത മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ OK ജോണി പാന്തനെ കുറിച്ച് പറയുന്നത് കേൾക്കുക. കേരളത്തിന്റെ ഭൂതകാല, വർത്തമാനകാല സാമൂഹിക രാഷ്ട്രീയ ചലനങ്ങളെ സർഗാത്മകമായി പുനരാവിഷ്കരിക്കുന്ന പ്രസക്തവും സാർത്ഥകവുമായ ഒരു ആഖ്യായികയാണത്. ഈ നോവലിന്റെ മൗലികത അത് ആവിഷ്കരിക്കുന്ന നമ്മുടെ കാലത്തിന്റെ രാഷ്ട്രീയ ഉള്ളടക്കമാണ്. മലയാള നോവലിലെ ഒരു അപൂർവതയാണിത്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ഏറെ ശരിയാണ്. കാലത്തെ, ദേശത്തെ ഒരു സഞ്ചാരിയുടെ യാത്ര പോലെ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്ന നോവൽ. ഇത് യൗസേപ്പിന്റെ യാത്രയാണ്, യൗസേപ്പിന്റെ ജീവിതയാത്രയാണ്. ആ ജീവിതയാത്ര രേഖപ്പെടുത്തുന്നത് മലയാള മണ്ണിനെയാണ്, ഭാരതഭൂമിയെയാണ്. അതിൻ്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, മത മേഖലകളെയാണ്, അതിൻ്റെ പുഴുക്കുത്തുകളെയാണ്, അതിൻ്റെ വിവരണങ്ങളെയാണ്. ഒരു കാലത്തെയും അതിൻ്റെ ദേശത്തെയും വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്ന, വ്യക്തമായ രാഷ്ട്രീയ ബോധത്തോടെ ആവിഷ്കരിക്കുന്ന നോവലാണ് പാന്തൻ, മാത്യൂസ് ജോർജിന്റെ പാന്തൻ. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കൈരളി ബുക്സ് ആണ്.
ഏകദേശം 273 പേജ് വലിപ്പമുള്ള പുസ്തകത്തിന്റെ വില 400 രൂപയാണ്. മികച്ച വായന സംഭാവന നൽകുന്ന പുസ്തകമാണ് മാത്യൂസ് ജോർജിന്റെ പാന്തൻ. തീർച്ചയായും വായിക്കുക പാന്തൻ മാത്യൂസ് ജോർജ്. പ്രിയമുള്ളവരെ, പുസ്തകലോകത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.